എന്നാൽ ചില സ്വഭാവങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരാണ്. കോപ്പിടിച്ച് പാസ്സാവും, മറ്റവൻ്റെ എല്ലാം നോക്കി എഴുതും, അസൈൻമെൻറ്റ് കോപ്പിടിച്ച് കാര്യങ്ങളിലെല്ലാം നടക്കും. താൽക്കാലിക വിജയം ഉണ്ടാവും, ഫൈനലി അവർ പൊട്ടും. ഇവരെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവരുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഓർക്ക് മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊന്നും കിട്ടണ്ടേ എന്നൊന്നും അവരുടെ ചിന്ത ഉണ്ടാവും. ഒരാൾ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആളാവാനാവും അവർ നമ്മളെ കൊണ്ടുവരും. കുറച്ച് ചെയറൊക്കെ എനിക്ക് ആദ്യം നജീബ് സാർ കയറുന്നുണ്ട്. രണ്ട് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവിക്കാറ്. അതുകൊണ്ട് സാറിന് പറയാം, അതുകൊണ്ട് ആ ചെയറുകളാണ് അതൊക്കെ. ഇത് VIP ഇരിക്കാനുള്ളതാണ്. അതങ്ങനെ കാണുന്നത് കുടുങ്ങി. സെൽഫ് കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻസ്. എനിക്ക് പറ്റും, എനിക്ക് കഴിയുന്നില്ല അല്ലേ. ഇപ്പം എന്നോട് പാട്ട് പാടാൻ പറഞ്ഞാൽ സാർ ഞാൻ പാടിക്കോളാം, ഞാൻ പാടുന്നത് പോലെ ആർക്കും പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ട് ഒരാൾ. ലാസ്റ്റ് ലെറ്റർ ഏതാ? H. Hard work. But don't do hard work, but do smart work. ഇനി നോക്കുക, without a fuel named self confidence. Fuel named self confidence. ഹാർഡ് വർക്ക്, അനുകരണ കലയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. നമുക്ക് പൂച്ചയുടെ ശബ്ദം ഉണ്ടാക്കിയടാ. ഗ്രീഷ്മ കേട്ടോ, ഇത് ഗ്രീഷ്മക്കറിയാം. ഈ സ്റ്റേജിൽ വന്ന് അവതരിപ്പിക്കാൻ ഗ്രീഷ്മക്ക് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഒരാടിന്റെ ശബ്ദം ഉണ്ടാക്കിയടാ, മതി. അങ്ങനെ ആടുണ്ട്. ആടിപ്പോ എങ്ങനെ എല്ലാ സമയത്തും ഒരേ ശബ്ദം ഉണ്ടാക്കുക? ഒന്നുകൂടി ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതേപോലെ ഗ്രീഷ്മ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് നന്നാക്കാൻ നോക്കി നോക്ക്. വെരി ഗുഡ്, നന്നായി. ഇനി എന്താ ഗ്രീഷ്മ അവതരിപ്പിക്കണ്ടേ? ഇത് ഒറിജിനൽ കളർ തന്നെയാണല്ലോ ഹിന്ദി ഭാഷ. ജഫ്നയാണ് പേര് അല്ലേ? കളറിന്റെ പേര് ജഫ്നല്ല. കിട്ടിയ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് വീണ്ടും പാട്ടുണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക BEd TTC കോളേജിലും ഞാൻ പോകുന്നുണ്ട്. ഇന്നലെ അൻസാറിലായിരുന്നു, ഇനിയാണ് ദേവകിയമ്മയിലായിരുന്നു. അങ്ങനെ പോയിട്ട് ഇന്നിപ്പോൾ ഇവിടെയാണ്, നാളെ വേറെ സ്ഥലത്താണ്. ഇങ്ങനെ പോകുക തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളിത് പോകുന്നത് കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. വീണ്ടും വീണ്ടും ഗ്രീഷ്മ അവിടെ അല്ലാത്ത സ്ഥലത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം. അല്ല, ഒന്നുമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നോക്കിയോണ്ട്, ഇങ്ങോട്ടല്ലാത്തൊക്കെ നോക്കിയോണ്ട്. എന്നോട് ദേഷ്യം പിടിക്കാറില്ല. प्यार होता है दिन अब ये हासी का ആൽഫാ ബീറ്റ ഗാമയുടെ മുഴുവൻ പ്രത്യേകതകളും കൊണ്ട് അവസാനിക്കണം. കാണുന്നുണ്ടേ ന്യൂക്ലിയസിൻ ചുറ്റും ഷെല്ലുകളും ഷെല്ലിൽ ഇലക്ട്രോണും കാണുന്നുണ്ടേ. റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ ചൊല്ലി ആറ്റം സൗരയൂഥം പോലെയാണ്. ആറ്റത്തിൻ മാതൃക കാട്ടിത്തന്ന ശാസ്ത്രജ്ഞൻ പുറത്ത് വന്നത്
ഇതിന്റെ കാരണമെന്തെന്ന് നിങ്ങൾ അറിയൂലേ? രസത്തില്ല പ്രവർത്തനം നടന്നത് മനസ്സിലാകൂലേ? നിറങ്ങളെല്ലാം മനസ്സിലാക്കാൻ ചുരുക്കപ്പേരിതല്ലോ. വിജിയോർ എന്നത് നിറത്തിനാദ്യക്ഷരം കൂടിയതല്ലോ. ഇങ്ങനെ തുടങ്ങി പ്രകാശ പ്രകീർണനം വരെ ആ പാട്ട് പോയി. വിട്ടില്ലയാണ്. പിന്നെയും പാട്ടുകൾ ഉണ്ടാക്കി, പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു, നിരവധി പാട്ടുകൾ പഠിപ്പിച്ചു. മാണിക്യമലരായ പോയി വന്നു അല്ലേ? ഇന്ത്യയിലെ സുപ്രധാന തുറമുഖങ്ങൾ ചൊല്ലിടാമോ? ഗുജറാത്തിലെ കണ്ടിലെയും പോർബന്ദറും നവശേവ മുംബൈയും മഹാരാഷ്ട്രയിലാണല്ലോ. ഗോവയില് എത്തിയാലോ മർമ്മഗോവയും ഇങ്ങനെ പോയിട്ട് കർണാടക തുറമുഖമത് മംഗലാപുരമാണല്ലോ. കേരളത്തിൽ ബേപ്പൂരും കൊച്ചിയുമല്ലോ. ചെന്നൈയെന്നോർ തൂത്തുക്കുടി തമിഴ്നാട്ടിലാണല്ലോ. ആന്ധ്രയിലോ വിശാഖപട്ടണ തുറമുഖമല്ലോ. ഹാൽഡിയയും പാരദ്വീപും ഒഡീഷയിലാണല്ലോ. വെസ്റ്റ് ബംഗാളിലെ തുറമുഖമത് കൊൽക്കത്തയാ. ഇന്ത്യയിലെ സുപ്രധാന തുറമുഖങ്ങളാണ്. 10ാം ക്ലാസ്സിലെ മാപ്പിൽ സ്ഥിരമായി ചോദിക്കുന്ന സുപ്രധാന തുറമുഖങ്ങൾ. ഈ പാട്ടിലൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു മതി. നേരത്തെ ഞാൻ സെൽഫ് ഇൻഡക്ഷൻ ചോദിച്ചു. ഒറ്റ മുദ്ര അറിയാനുള്ള കുഞ്ചുവാണേ പാട്. ഒന്നാമൻ ഇങ്ങനെ കാണിക്കണ്ടേ? എൻ്റെ കൈ ഇവിടെ വെച്ചിരുന്നാൽ പിന്നെ എങ്ങനെ കാണുക? ഒന്നാമൻ ഞാൻ കാണിക്കുകയാണ്, ഇങ്ങനെയും കാണിക്കണം. ആ ഒരു ഒക്കെ കൈയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. അല്ല ആടിപടിയൊക്കെ വെച്ചതിന് ശേഷം കിട്ടൂല കൈ. പിന്നെ നോക്കിക്കോ, നന്നായിട്ട് ഇരിക്കാൻ, നന്നായി ചെയ്യുക. ബോയ്സ് അങ്ങനെ ശ്രദ്ധിച്ചേ. ഒരാളിപ്പനെ വരും, രണ്ടാമത്തെ ആളെ ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കും. നോക്കിക്കോ. പയാസിനെ ഞാൻ നോക്കില്ല, പയസ് ഉഷാറായി. നോക്കിക്കോ. ഞാൻ പാടുമ്പോൾ പാടിക്കഴിഞ്ഞാൽ ഓവർ സ്മാർട്ടാ. ഞാൻ പാടിക്കഴിഞ്ഞ് നിങ്ങളെ സമയത്ത് പാടിയാൽ മതി. ഒന്നാമനോമന കുഞ്ചുവാണേ, ഒന്നാമൻ കുഞ്ചുവാണേ, ഒന്നാമൻ കിട്ടിയ 110 ചിരിയായിട്ടാ ഞാൻ കാണിച്ചിരുന്ന മണ്ടനെ. രണ്ടാമൻ മണ്ട ശീരോമണിയാ പാട്. രണ്ടാമൻ ഇതുപോലെ തന്നെ നിങ്ങളും ആവേണ്ടത്. ഇനി ഈ ക്യാഷും കൊണ്ടുപോയി ഞാൻ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കേൾക്കുമ്പോൾ തള്ളാൻ തോന്നും, എന്നാലും വേണ്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കുഴപ്പമില്ല, ഞാൻ പറയും. മനസ്സിലാവുണ്ടാവും. അധ്യാപന ജീവിതത്തിലേക്ക് ഞാൻ കടന്നപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന അധ്യാപകനാവണമെന്നൊരു ചിന്ത മാത്രം, കുട്ടികൾ വെറുക്കുന്ന, ക്ലാസ് ഇഷ്ടപ്പെടാത്ത, കുട്ടികൾ ഓർക്കാത്ത ഒരു അധ്യാപകനാവരുതേ എന്ന ചിന്ത മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനാണ് ഞാൻ ഇതൊക്കെ പഠിച്ചു പോയത്. പാട്ടിലൂടെ പഠിപ്പിച്ചു. 10നൊപ്പം 10 തൊഴിൽ പഠിപ്പിച്ചു. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്കൂളിൽ ഏത് കുട്ടി വന്നാലും 10 തൊഴിൽ പഠിപ്പിക്കും. സോപ്പ്, ചോക്ക്, കുട, മെഴുകുതിരി, പേപ്പർ ബാഗ്. അതിലൊന്ന് ഇപ്പം നിങ്ങൾ പഠിപ്പിക്കും, 1 2 ഒക്കെ. നിരവധി ക്രാഫ്റ്റ് ഇനങ്ങൾ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ കൂടി കുട്ടികളുടെ ഇഷ്ട കഥാപാത്രമായി മാറി. ഒരധ്യാപകന് 15 വർഷം, സാധാ അധ്യാപകന് 15 വർഷം കഴിയണം. ഹെഡ് മാഷാണെങ്കിൽ 20 വർഷം കഴിഞ്ഞാലേ സംസ്ഥാന അവാർഡ് കിട്ടുള്ളൂ. 2012 എനിക്ക് 14 വർഷമായപ്പോഴത്തേക്ക് എന്തായിന്ന് അറിയോ? നാഷണൽ സെലിബ്രിറ്റി ടീച്ചർ അവാർഡ് കിട്ടും. കൈ നമുക്ക് അവസാനം നന്നായിട്ട് എടുക്കും. ഇത് ഇനി പറയുമ്പോൾ അടിച്ചു കൊടുക്കേണ്ടിയിരുന്നു. 2012 നാഷണൽ സെലിബ്രിറ്റി ടീച്ചർ അവാർഡ് കിട്ടി. അത് യൂണിവേഴ്സിറ്റി തലത്തിലായിരുന്നു ഒരു സെലക്ഷൻ.
കുറേ ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പൽമാരും. അപ്പോഴത്തേക്ക് ഞാൻ കുറേ കോളേജിൽ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളും എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ ഒരു സെലക്ഷൻ നടന്നപ്പോഴാണ് അതിൽ സോഷ്യൽ മീഡിയ ഒരു ഘടകമായിരുന്നു. എൻ്റെ യൂട്യൂബൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 84 വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും നിങ്ങൾ ആളുണ്ടാക്കേണ്ട ആവശ്യമില്ല, ആവശ്യക്കാർ ഉപയോഗിക്കുക എന്നുള്ളതല്ല. അതൊക്കെയായിരുന്നു ഒരു മാനദണ്ഡമായിട്ട് എടുത്തത്. പിന്നെ എന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ചെയ്തു, എൻ്റെ PTA പ്രസിഡൻറ്റോട് ചോദിച്ചു, ഒക്കെ ചോദിച്ചു. അങ്ങനെയാണ് ആ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ സാധാ അധ്യാപകനാണ്. തൊട്ടടുത്ത വർഷം 2013 സംസ്ഥാന അധ്യാപകനാണ്. സംസ്ഥാന അവാർഡ് തന്നാൽ ഒരു വർഷം, ഓരോ വർഷവും സംസ്ഥാനത്തെ മികച്ച അധ്യാപകർ തിരഞ്ഞെടുക്കും. പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല. എത്രയെന്ന് പറഞ്ഞു നിന്നോട് ഭയങ്കര അസൂയ. അതിന് തൊട്ടടുത്ത വർഷം 2014 ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് കിട്ടുന്ന, അധ്യാപക ജീവിതത്തിൽ കിട്ടുന്ന പരമോന്നത പദവിയാണ് നാഷണൽ അവാർഡ്, ദേശീയ അധ്യാപകർ. അതിന് എനിക്ക് രാഷ്ട്രപതിയിൽ കിട്ടി. 2015 മലങ്കര ഓർത്തഡോക്സ് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള ആചാര്യ അവാർഡ്, അതും സോഷ്യൽ മീഡിയ വഴി അവർ തിരഞ്ഞെടുത്തു. അതും എനിക്ക് കിട്ടി. 2016 ഗ്ലോബൽ റോൾ മോഡൽ ടീച്ചർ അവാർഡ് എന്ന് പറഞ്ഞ ഒരു അവാർഡ്, അത് ബോംബെ ബേസ് ചെയ്തു, കൽക്കത്ത, അതുപോലെ തന്നെ അബുദാബി, ഡൽഹി 4 സ്ഥലങ്ങളിൽ ഏറ്റുവാങ്ങാം. നമുക്ക് അടുത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. അതിലും ആ അവാർഡ് എനിക്ക് 2017 ഞാൻ HMI നോക്കിക്കോ. എൻ്റെ കയ്യിലുള്ള ക്യാഷാണ്. എൻ്റെ കയ്യിലുള്ള എന്താ ക്യാഷ്, കോൺസെൻട്രേഷൻ, ആറ്റിറ്റ്യൂഡ്, സെൽഫ് കോൺഫിഡൻസ്, ഹാർഡ്. അത് മാത്രമേ ഞാൻ കൊണ്ടുനടക്കുന്നുള്ളൂ. ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തനത്തിൻ്റെ പ്രതിധ്വനിയാണ് പ്രശസ്തി എന്ന് പറഞ്ഞ് ആ കാര്യം എന്നോട് ഞാൻ പറയുന്നു. 2017 ഞാൻ HMI. എൻ്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ഞാൻ HMI ആവുള്ളൂ. ഞാൻ PG ഒന്നും എടുത്തിട്ടില്ല. അതിന് പകരം ഞാൻ PT കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കായിക അധ്യാപനം കഴിഞ്ഞിട്ടുണ്ട്. പുറമെ ഫിസിക്കൽ സയൻസ് അധ്യാപകൻ, ഫിസിക്സും കെമിസ്ട്രി എടുക്കുന്ന അധ്യാപകൻ്റെ BEd കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2017 ഞാൻ HMI, സ്വന്തം സ്കൂളിൽ തന്നെ HMI. തൊട്ടടുത്ത വർഷം 2018 ഞാൻ സ്കൂളിൽ നിന്ന് മാറി പൂപ്പാറ ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. 2018-19 ഞാൻ അവിടെ എത്തുന്നത്. ആ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ പ്രഥമ സ്കൂൾ വിക്കി അവാർഡ് എൻ്റെ സ്കൂളിന് ലഭിച്ചു. തൊട്ടടുത്ത വർഷം സംസ്ഥാന സർക്കാർ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചൊരു അവാർഡുണ്ട്, ലിറ്റിൽ കൈറ്റ് അവാർഡ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രമാണ്. 6000 സ്കൂളിൽ നിന്നും നജീബ് മാഷ് ഞങ്ങളത് അടിച്ചു കൊണ്ടു ലിറ്റിൽ കൈറ്റ് അവാർഡ്. എൻ്റെ കയ്യിലുള്ള എന്താ ആ ക്യാഷാണ് നിങ്ങൾക്കും ഞാൻ തരാൻ പോകുന്നത്. 2019-20 തന്നെ കൊറോണ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മികച്ച ബെസ്റ്റ് PT അവാർഡ് കിട്ടി, ജൈവ വൈദ്യുതി വിജ്ഞാന അവാർഡ് കിട്ടി. ഉപജില്ലാതലത്തിൽ തന്നെ മികച്ച ക്ലബ്ബുകൾക്കുള്ള സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബിൻ്റെ ഉപഹാരങ്ങൾ നമുക്ക് ലഭിച്ചു. ഇത് ഒരു കൊച്ചു സ്കൂളായിട്ടുള്ള എൻ്റെ സ്കൂളിന് ഇതൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആവറേജ് സ്റ്റുഡൻ്റായി പോയ എനിക്കിത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സാധിക്കുമെന്ന് എനിക്കോ. ചായ കഴിക്കുമ്പോൾ സിദ്ദീഖ് മാഷ വൈഫും ടീച്ചറാണ്. ടീച്ചറുടെ സ്കൂളിലുള്ള കാര്യങ്ങളും എൻ്റെ സ്കൂളിലെ കാര്യങ്ങളും ഷെയർ ചെയ്ത് നജീബ് മാഷ് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലേ, നമ്മൾ സംസാരിച്ചില്ലേ? ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ അധ്യാപകരെല്ലാത്തിനും പകുതി ഷെയർ എടുക്കും, പകുതി മാനേജ്മെൻറ്റ് തരും. അതുകൊണ്ട് എന്ത് കാര്യം തുടങ്ങാം, പകുതി മാനേജ്മെൻറ്റ് തരും. അതുകൊണ്ട് സുഖം. എൻ്റെ സ്കൂളിൽ സ്വിമ്മിംഗ് പൂളായി. അപ്പോൾ അതാ റീഡിംഗ് ഹട്ട് എന്ന് പറഞ്ഞൊരു പുറത്ത് ആർക്കും വായിക്കാമെന്നൊരു പുതിയ സാധനം ഉണ്ടാക്കാൻ പോവാം. 10-നൊപ്പം 10 കൈത്തൊഴിൽ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. 6 ഭാഷകളിലാണ് പ്രാർത്ഥന. അറബി, ഉറുദു, മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിന്ദിയും എല്ലാം. 6 ദിവസം ഇപ്പോൾ ക്ലാസ്സിൽ 6 ദിവസം 6 പ്രാർത്ഥന. പ്രാർത്ഥന ചൊല്ലാൻ നിറയെ കുട്ടികൾ. കീബോർഡ് ഉണ്ടാവും, ഒരു ഭാഗത്ത് തബല ഉണ്ടാവും. തബല വായിക്കുന്ന എൻ്റെ ക്ലർക്ക് ആമൂട്ടി, ഓർഗൺ വായിക്കുന്ന ഇടുമാഷു, പാടുന്ന കുട്ടികളും. പിന്നെ ഏതെങ്കിലും മോന്തായം വളഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. മോന്തായം തന്നെ നേരിട്ടായി മാറും. എല്ലാം ആക്റ്റീവായിട്ട് അറിഞ്ഞോ നിങ്ങൾ? ഒരു സംശയമില്ല മക്കളെ, ഞാൻ വെറുതെ പറയുന്നൊന്നല്ല. ഇതൊക്കെ നമ്മൾ എന്തൊക്കെ നാടകം കളിച്ചാലും ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് നിങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ നാളെ എവിടൊക്കെ ഉയരങ്ങളിലെത്തുമ്പോൾ ഒരു മെസ്സേജ് അയക്കും. ഞാൻ ഹെഡ്മാഷ് ആകുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് നിയാസെ ചെയ്യേണ്ടത് ഇങ്ങോട്ട് ഉപദേശിച്ചത്, എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കും, ഡിസ്കഷൻ നടത്തും. എങ്ങനെയാണ് അദ്ദേഹം എന്നെ സ്വാധീനിക്കുന്നത് എനിക്കറിയില്ല. മാനവും ആറ്റം ചോണ്ടാൾട്ടേണും റൂദർഫോർഡ് പ്രോട്ടോണും ചാർവിക് ന്യൂട്രോണും ജെ തോംസൺ ഇലക്ട്രോണും
ജോൺ ലിനാക്ക് സ്റ്റെതസ്കോപ്പും ദൂരദർശിനി കണ്ടുപിടിച്ച ഗലീലിയോയും ദൂരദർശിനി കണ്ടുപിടിച്ച ഗലീലിയോയും വിക്രം സാരാഭായിയുടെ ആദ്യ സ്പേസ് റിസർച്ചതും APJ അബ്ദുൽ കലാമിൻ മിസൈൽ ടെക്നോളജിയും ഡോക്ടർ എസ് ചന്ദ്രശേഖരിൻ നക്ഷത്ര മരണമതും ഡോക്ടർ CV രാമൻ്റെ രാമൻ ഇഫക്റ്റും ഡോക്ടർ CV രാമൻ്റെ രാമൻ ഇഫക്റ്റും हिंद का शहंशाह हमारा कमाल है कमल अब्दुल कलाम सितारा जमाल है कमल अब्दुल कलाम हमारा ഇല്ല എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ ഇതിനെ ക്രോസ് ചെയ്തു അതായത് ഇതിൻ്റെയും ഈ പിടിച്ചതിൻ്റെയും നടുവിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ സ്കെയിൽ വെച്ചൊരു വര വെച്ചിട്ട് അത്രയും കട്ട് ചെയ്താൽ മതി പക്ഷെ അതൊന്നും എൻ്റെ അടുത്തില്ല എൻ്റെ അടുത്തുള്ള എന്താണ് ക്യാഷാണ് നോക്കിക്കോ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോട്ടോ ഇതിങ്ങനെ അത് കത്രിക വെച്ച് എങ്ങനെ ചെയ്യുമോ അതുപോലെ ഇതാ താഴ്ഭാഗം മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് എൻവലപ്പായി അല്ലേ അല്ലേ റെക്കോർഡ് നോക്കുമ്പോൾ പറയും എൻവലപ്പായി ഇത്ര പണിയുള്ളൂ എൻവലപ്പായി. ഇതൊരു ഷീറ്റാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണെങ്കിൽ തെന്നാനം താനാ പാട് തെന്നാനേ തെന്നാനേ താനാ തന തെന്നാനം താന ചിങ്കുൾ ചിങ്കുല്ലേ പഠിച്ചില്ലേ അത് ഇങ്ങനെ ഭാവത്തോടു കൂടെ പാടണം കുഞ്ഞു കുട്ടിക്കാണ് പാടിക്കൊടുക്കുന്ന ഭാവം വെച്ച് വേണം ചിങ്കിൾ ചിങ്കിൾ ലിറ്റിൽ ചിങ്കിൾ ചിങ്കിൾ നമുക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ചാച്ചാജിക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ അല്ലേ അതൊക്കെ ശിശുദിനം ആചരിക്കാം. ചെയ്യാൻ പഠിക്കാൻ ഓക്കെ സ്റ്റാർട്ട് 1 2 3 4 5 6 7
8, 9, finish. ഇനി ആരും ബാക്കി ഇപ്പൊ കാണാം. ക്യാമറ നെഹ്റു ഇങ്ങനെ വെച്ചില്ല. Seven, 8, 9, finish. ഇനി ആരും ബാക്കി കൈ ബാക്കിക്കോ. നമുക്ക് start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, finish. ഇനി ആരും ബാക്കി ഇപ്പൊ കാണാം. ലേറ്റ് ആവണം. ഫുൾ കോളേജിലേക്ക് ലേറ്റ് ആവണം. അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് വന്നതാണ് പറയാം. കൂടെ ഇങ്ങോട്ട് ഇന്ത്യയിൽ കഴിഞ്ഞാൽ മുസ്ലിം തൊപ്പി മദ്രസയിലൊക്കെ കുട്ടികൾ തൊപ്പിയില്ലെങ്കിൽ അണിഞ്ഞു കൊടുക്കാൻ പറ്റും. ഹാജീസ് ക്യാപ്പ് എന്ന് പറയും. ഈ ക്യാപ്പ് ഉണ്ടാക്കിയാൽ അടുത്ത ക്യാപ്പ് നമുക്ക് എളുപ്പമാണ്. 8, 9, 10, finish. ഇനി ആരും ബാക്കി ഇപ്പൊ കാണാം. ബൊമ്മയോട് ആടുവേൻ, തൊപ്പിയെ ഞാൻ അണിയുവേൻ, അമ്മയനക്ക് ചിന്നതൊരു കുതിര തന്നാരേ. പാട്. അമ്മയനക്ക് സവാരി ഞാൻ ചെയ്യുവേൻ. സവാരി ഞാൻ ചെയ്യുവേൻ, മേളത്തെ ഞാൻ വാസിപ്പേൻ, തൊപ്പിയെ ഞാൻ അണിയുവേൻ, അമ്മയനക്ക് ചിന്നതൊരു കോട്ടை തന്നാരേ. കോട്ടയിൽ ഞാൻ വാഴുവേൻ, സവാരി ഞാൻ ചെയ്യുവേൻ, മേളത്തെ ഞാൻ വാസിപ്പേൻ. തിരിഞ്ഞിരിക്കാം. ശരി തിരിഞ്ഞിരിക്കാൻ നമ്മൾ ചെരിഞ്ഞിരുന്നാൽ പറ്റണ്ട. ചെരിഞ്ഞിരിക്കും. രണ്ടുപേരും ചെരിഞ്ഞിരിക്കും. രണ്ടുപേരും 1, 2, 1, 2, 3, 1, 3, 4, 1, 4, 5, 1, 5, 6, 1, 6, 7, 1, 7, 8, 1, 8, 9, 1, 9, 10, 1, 10. Multiples of 1, very easy. 4, 1, 4, 5, 1, 1, 6, 1, 7, 1, 8, 1, 8, 9, 1, 10, 1, 10. Multiples of 1. ഒറ്റൊന്നും തെളിയില്ല. ഒന്നിന്റെ ഗുണിതം രസകരമാണ്. ഒന്നിന്റെ ഗുണിതം
ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞാൽ തന്നാൽ തരക്കെടുക്കാൻ എനിക്ക് തോന്നുന്നു. വലത് കൈ കയറ് കിട്ടിയിട്ട് ആഹാ നേരെ നേരെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലെത്തിച്ചാൽ നിങ്ങളെ പറ്റി വല്ല എതിരഭിപ്രായം പറയോ? എന്നൽ സംഖ്യയുടെ തുകയത് കാണാൻ എന്നിട്ടു n+1/2 രണ്ടാം പ്രതി സമവാക്യത്തിൻ മൂല്യം x -b + or -√(b²-4ac/2a) സൂത്രവാക്യമാണല്ലോ സമാന്തര ശ്രേണി എന്ന് പഠിച്ചു. ചുറ്റിപ്പറ്റാത്ത കുട്ടികളുണ്ടായി നീലയാണല്ലോ മാഗ്നീസ് ഡയോക്സൈഡ്, പർപ്പിളാണല്ലോ ഗ്ലാസിൻ നിറമത്. ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പിലെ മൂലകമാണ് 1000.
എന്തൊക്കെ രസകരമായ അനുഭവങ്ങളാണെന്ന് അറിയാം. കുറേ ഹാർഡായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും.